ഇന്നൊരു പരിപ്പില്ലാത്ത സാമ്പാർ വെച്ചാലോ? 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. രാവിലെ വളരെ എളുപ്പത്തിൽ ചൂട് ഇഡ്ഡലിയുടെ കൂടെ അടിപൊളി സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള, ഒരു 5-6 വെളുത്തുള്ളി, കറിവേപ്പില, 3-4 പച്ചമുളക്, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പതുക്കെ വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് പതുക്കെ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കണം. ഒരുപാട് പൊടികളൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കണില്ല. ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതോട് ചേർത്തെടുക്കാം. പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട കഷ്ണമാണ് കേട്ടോ ചേർക്കുന്നത്. അതോട് ചേർത്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇതിലേക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തെടുക്കണേ. നേരത്തെ കുറച്ച് ഉപ്പായി ഇട്ടിട്ടുണ്ടായുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബൗളിലേക്ക് 2 വലിയ സ്പൂണ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സാമ്പാറിൻ്റെ ഇതിൽ പരിപ്പ് ചേർക്കുന്നില്ല, അതിന് പകരം കടലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോഴാണ് കേട്ടോ നല്ല കുറുകി വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കടലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്താൽ ഒരു 10 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും കുറുകി വരും കേട്ടോ. ഒരുപാട് കുറുകിയിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അടിപൊളി സാമ്പാറല്ലേ? അപ്പോൾ നല്ല രാവിലെ നല്ല ചൂട് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള സാമ്പാർ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നോളൂ അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.